അങ്ങനെ ഗൈസ് നമ്മളിതാ 400 കിലോമീറ്റർ 400 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിരിക്കുകയാണ്. ജിത്തുവിന്റെ ചന്തി ചെറുതായിട്ട് ചന്തി ഇളകി പോയെന്നാണ് തോന്നുന്നത്. ചന്തിയൊക്കെ വരവിച്ച് അടിപൊളി ക്ലൈമറ്റ്. ഉച്ച സമയമാണ് കഴിച്ചത്. നമുക്ക് ഉച്ച സമയത്താണ് ഇതാ നമ്മൾ 400 കിലോമീറ്റർ ഇതാ കവർ ചെയ്ത്. നോക്കൂ, ഇത് കേരള വെള്ളമാണ്. തമിഴ്നാട്ടിൽ ഒഴിച്ചിരിക്കുകയാണ്. കേരള വെള്ളം കൊണ്ട് തമിഴ്നാട്ടിൽ ഒഴിച്ചിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഗോവയിലോട്ടുള്ള റൈഡാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് മോർണിംഗ് 5 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റൈഡ്. അപ്പോൾ ഇതായിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നാഗർകോവിൽ എത്തി കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഗോവയിൽ ഏകദേശം 1300 കിലോമീറ്റർ അടുപ്പിച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈഡ് എക്സ്പീരിയൻസും നമുക്ക് എത്ര ദൂരം ഇന്ന് കവർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ സ്ക്രാംബ്ലറിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പരിചയപ്പെടുത്താൻ. അപ്പോൾ ഇന്ന് സ്ക്രാംബ്ലർ ഒരു ലോങ് പോവുകയാണ് കേട്ടോ ഗൈസ്. ഹൈവേ ഇന്ന് മാക്സിമം നമ്മൾ ഫുൾ ഹൈവേയിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ ഇതാ നമ്മുടെ രാഹുലിൻ്റെ BMW ഉണ്ട്, പിന്നെ ഇതാ ഒരു മെറ്റിയോർ ഉണ്ട്, പിന്നെ ഒരു ഹിമാലയൻ ഉണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിത് ഇപ്പം 120 കിലോമീറ്റർ ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 120 കിലോമീറ്റേഴ്സ് ഇപ്പം നമ്മൾ തിരുനെൽവേലി മധുരൈ ഹൈവേയിൽ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു രാവിലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത മഴയാണെങ്കിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ക്രോസ് വിൻഡും ഉണ്ട്, ഭയങ്കരമായിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഡിഫിക്കൽട്ടാണ് റൈഡ് ചെയ്യാൻ. ദീപു എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പം എത്ര മണിയായി? അപ്പം ഗൈസ്, നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 7:30 ആയിട്ടുണ്ട്. 2.5 മണിക്കൂർ. അപ്പോൾ മെയിനായിട്ടും ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഈ ക്രോസ് വിൻഡും മഴയുമാണ് കേട്ടോ. അതാണ് ചലഞ്ച്. എന്തായാലും നമുക്ക് പോയി നോക്കാം. മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ, ഒരു കുറവുമില്ലാതെ ഇത് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് മഴയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 180 കിലോമീറ്റർ 180 കിലോമീറ്റേഴ്സ് നമ്മളിതായിപ്പം കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്ത് ഇപ്പം അടുത്ത ടോളി നിൽക്കുകയാണ്. ഇപ്പം സമയം 8:30 ആയി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം ടോട്ടൽ 180 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തി കേട്ടോ ഗൈസ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ വന്നപ്പോഴും ഇതേ സിറ്റുവേഷനായിരുന്നു. ഗോവയിലോട്ടുള്ള റൈഡിലും ഇതേപോലെ മഴയായിരുന്നു കംപ്ലീറ്റ്. പക്ഷേ ഇത്രയും മഴയില്ലായിരുന്നു. ഇത് തമിഴ്നാട് സൈഡ് ട്രിവാൻഡ്രം തൊട്ട് തുടങ്ങി പിന്നെ ഇതായപ്പം തമിഴ്നാട് സൈഡ് കംപ്ലീറ്റ് മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, ഇതാ ഇപ്പോൾ നമ്മൾ ഹരീസ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. മധുരൈ അടുപ്പിച്ചെത്തി. ഇപ്പോൾ നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പം ടോട്ടൽ നമ്മൾ 290 കിലോമീറ്റേഴ്സ് ഇത് ഇപ്പം നമ്മൾ ടോട്ടൽ കവർ ചെയ്തു. ഇടയ്ക്ക് വെച്ച് മഴ ഇങ്ങനെ മാറി, പക്ഷേ ഇപ്പം വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും സീനായിട്ട് മഴ പെയ്യണേന്നാണ് അറിയാൻ സാധിച്ചത്.
അപ്പോൾ എന്തായാലും ക്ലൈമറ്റ് ഫുൾ മഴയത്ത് റൈഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഗൈസ് പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് മധുരൈ അടുപ്പിച്ചാണ്, മധുരൈ ഔട്ടറിലുള്ള റെസ്റ്റോറൻറ്റാണ്. ഹരീസ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ സ്ഥിരം കയറുന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്, നല്ല അടിപൊളി ക്ലീൻ റെസ്റ്റോറൻറ്റാണ്, നല്ല ഫുഡുമാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ കഴിച്ച് നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. 10:30 ഇപ്പം സമയം. ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങനെ നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇതും കൂടെ വയ്ക്കാം. നമ്മളിത് ഇപ്പം കഴിക്കാൻ വേണ്ടി വന്നിട്ട് നല്ല ചൂട് കേസരി ഒക്കെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ശരി തന്നെ, ഓക്കെ, താങ്ക് യു. അങ്ങനെ കഴിച്ചതാ നമ്മൾ ഹരീസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് യാത്ര ചെയ്താൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ, മഴ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഡിണ്ടിഗൽ എത്താറായി കേട്ടോ, ഡിണ്ടിഗൽ എത്താറായപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 11:45 സമയം. ഇപ്പം ഓൾമോസ്റ്റ് നല്ല മഴയൊക്കെ ഒന്ന് മാറി ഇപ്പം റൈഡ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയുടെ നോക്ക്. നല്ല രീതിയിൽ മൂടിക്കിടപ്പുണ്ട്, നല്ല തണുപ്പുമുണ്ട് ഓടിക്കാനേ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എന്ന് പറഞ്ഞാൽ വെയിലെന്ന് പറഞ്ഞാൽ സാധനം ഇല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂര്യനെ കണ്ടേ ഇല്ല ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത് ഡിണ്ടിഗൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മളിതാ 400 കിലോമീറ്റർ 400 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് രാഹുൽ? സൂപ്പർ. ജിത്തുവിന്റെ ചന്തി ചെറുതായിട്ട് ചന്തി ഇളകി പോയെന്നാണ് തോന്നുന്നത്. പറന്നു പോയെന്നാണ് എന്റെ വിശ്വാസം. ചന്തിയൊക്കെ വരവിച്ച് അങ്ങനെ കഴിച്ചത്. ഇപ്പൊ ഒരു നല്ല ക്ലൈമറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങി. നമുക്കിപ്പോ ഉച്ചയ്ക്ക് 12 മണിയായി. പക്ഷെ എന്നിട്ടും വെയിലെന്ന് പറഞ്ഞൊരു സാരം ഇല്ല, സൂര്യനെ കാണാനില്ല. ചെറിയൊരു ചൂട്, പക്ഷെ നല്ല രസമുണ്ട്. റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ഇതാണ് ഗൈസ്, അടിപൊളി ക്ലൈമറ്റ്. ഉച്ച സമയമാണ് ഗൈസ്. ഇതാ നോക്ക്, ഉച്ച സമയത്താണ്. ഇതാ നമ്മൾ 400 കിലോമീറ്റർ ഇതാ കവർ ചെയ്ത്. നോക്കൂ, ഇത് കേരള വെള്ളമാണ്. അവൻ കൊണ്ടുവന്ന തമിഴ്നാട്ടിൽ ഒഴിച്ചിരിക്കുകയാണ്. കേരള വെള്ളം കൊണ്ട് തമിഴ്നാട്ടിൽ ഒഴിച്ചിരിക്കുന്നു. ഇത്രയും കെട്ടിക്കിടന്നാ അതിൻ്റെ അകത്ത്. ഇത് കേട്ടോ, ഇത് മഴയത്ത് റൈഡ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇതാ കാണുന്നത്. മനസ്സിലായത്? ഷൂ ഒക്കെ ഫുൾ വെള്ളം അല്ലേ? ഇപ്പോൾ അതും കൂടെ ഒന്ന് തുറന്ന് ഒന്ന് ഒഴിച്ച് കാണിച്ചു കൊടുത്താൽ കൊള്ളായിരിക്കും. പ്രേക്ഷകർ കാണട്ടെ, നമ്മുടെ റൈഡർമാരുടെ ബുദ്ധിമുട്ടൊന്ന് എല്ലാവരും അറിയട്ടെ അല്ലേ ചിന്തു? ഇല്ല മറ്റേ അതിൻ്റെ അകത്തൂടെയാണ് മൊത്തം കയറി. ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും 400 കിലോമീറ്റർ ആയി. നമുക്ക് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യുന്നു. എന്തായാലും ഗോവ വരെ ഒന്നും എത്തത്തില്ല, മാക്സിമം നമുക്ക് നോക്കാം. ഇന്നെന്തായാലും ഗോവ എത്തൂലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ക്രാംബ്ലർ ഹൈവേയിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ 60
6th ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 6th ഗിയറിൽ നമുക്ക് ഇതപ്പം 40-ലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 6th ഗിയറിൽ തന്നെ ഈ 40-ലും പോവാം, 160-ലും പോവാം കേട്ടോ കയ്യിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഗിയറിങ്. ഒരു രക്ഷയില്ല. ടോർക്ക് എന്ന് പറഞ്ഞാൽ കണ്ട ഭയങ്കര ലോ എഞ്ചിൽ നല്ല രീതിയിൽ ടോർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ഗിയർ മാറേണ്ട ആവശ്യം പോലും ഇല്ല. ഹൈവേ ഒക്കെ നല്ല രീതിയിൽ ഒരു 140 ഒക്കെ ഓൾ ഡേ നമുക്ക് 140-ൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കയ്യിൽ. ഇപ്പം തന്നെ നോക്കിയോ, ഇപ്പം 6th ഗിയറിൽ 40-ൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പം പയ്യെ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. ഈ 6th ഗിയറിൽ നിന്ന് വണ്ടി എത്ര എടുക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം. വരെ കയറി കേട്ടോ കഴിച്ചു. അപ്പോൾ നമുക്ക് ഹൈവേയിലൊക്കെ നമുക്ക് ഭയങ്കര സുഖമാണ് ക്രൂസ് ചെയ്യാൻ. 140 ഒക്കെ നമുക്ക് കണ്ടിന്യൂ പോലെ നമുക്ക് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കാം 140 ഒക്കെ. എന്തായാലും ഹൈവേയിൽ ടൂറിംഗ് പർപ്പസിന് അടിപൊളിയാണ് കേട്ടോ കഴിച്ചത്. ഇത് ഗൈസ് അങ്ങനെ നമ്മളത് ഇപ്പോൾ 540 കിലോമീറ്റർ ടോട്ടൽ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഹൊസൂർ എത്താറായി. ഈ ഹൊസൂർ ഇനി 130 കിലോമീറ്റർ ഉണ്ട് ഹൊസൂർ. ടോട്ടൽ ഇപ്പോൾ 540 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ടോളിൻ്റെ അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഹൊസൂർ എത്തും. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് സമയം. എന്തായാലും ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്താനാണ് കേട്ടോ ഈ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹൊസൂർ എത്തി. ഇന്ന് ടോട്ടൽ നമ്മൾ 700 കിലോമീറ്റർ കറക്റ്റ് 700 കിലോമീറ്റേഴ്സ് നമ്മളിതിപ്പം കവർ ചെയ്തിട്ടുണ്ട്. സമയം 7 മണിയായി കേട്ടോ. നമ്മളിപ്പം മോർണിംഗ് 5 o'clock സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പം 7 o'clock ആയപ്പം നമ്മൾ റൈഡ് അവസാനിപ്പിച്ചു കേട്ടോ. കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ ബാംഗ്ലൂർ സൈഡാണ്. അതെന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഹോട്ടലിൽ നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഹോട്ടലിൽ നമുക്ക് അത്യാവശ്യം നല്ല റൂം കിട്ടി. പ്രൈസ് ഇതാ. അപ്പോൾ നമ്മൾ 700 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഇതാ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് ഹൊസൂർ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇന്നത്തെ? ഭയങ്കര അടിപൊളി. മഴയും തണുപ്പും
തുടങ്ങിയതേ മഴയത്തായിരുന്നു. ഭയങ്കര മഴയാണ്. ദീപു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി റൈഡ് അല്ലായിരുന്നോ? കറക്റ്റ് നമ്മൾ 700 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര 6:30 6:15 നമ്മൾ എത്തിയില്ലേ. പിന്നെ നമ്മൾ ഈ ഹോട്ടൽ തപ്പി നടന്നതാണ്. 6:30 ആയപ്പോൾ കഴിച്ച് നമ്മൾ ഹൊസൂർ എത്തി. അപ്പോൾ പിന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ട്രാഫിക് കാരണം നമുക്ക് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയുടെ ട്രാഫിക് കാരണം നമുക്ക് പിന്നെ തുംകൂറോട്ട് പാടാണ് പോകാൻ. എത്ര ബെഡ് നോക്കുക 5 ബെഡുള്ള ഒരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഒരാൾ ആരുമില്ല. ഭയങ്കര സ്പേഷ്യസ്. ആദ്യമായിട്ടല്ലേ ഇത്ര വലിയ റൂം കാണുന്നത്. അല്ല, ഇത്ര ബെഡുകൾ, 5 ബെഡ് സെപ്പറേറ്റ് ഒക്കെ ഇട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ റൈഡ് അപ്പോൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലഗേജ് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ബൈക്സൊക്കെ താഴെ വെച്ചു. അപ്പോൾ എന്തായാലും ഇന്നപ്പം നമ്മുടെ ഗോവ റൈഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഗൈസ് ഇന്ന് കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നാളെ മോർണിംഗ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഗോവയാണ്. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഒരു 600 കിലോമീറ്ററിന് മേളിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നാളെ കവർ ചെയ്യാനാണ് കേട്ടോ ഗൈസ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.